ഇല്ലാതെ കളയുന്ന മാറ്റങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാം പേടിക്കണം. ജവഹർ മാവൂരിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സദസ്സും സന്ദേശ യാത്രയും സംഘടിപ്പിച്ചു. മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര പാറമൽ ക്രസന്റ് സ്കൂൾ അങ്കണത്തിലാണ് സമാപിച്ചത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി നടന്ന സന്ദേശയാത്രയിൽ TDRF പ്രവർത്തകർ, ആശാവർക്കർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കാളികളായി. സന്ദേശയാത്ര മാവൂർ പോലീസ് SHO രാജേഷ് P ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടത്തിയ ലഹരിവിരുദ്ധ സദസ്സ് PT റഹീം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. സേവകനായി നമ്മൾ നിൽക്കുക. കാരണം ഒരു കുട്ടി നഷ്ടപ്പെട്ടാൽ ആ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം, ആ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമല്ല പ്രശ്നം, അത് സമൂഹത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊരു സാമൂഹ്യ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മയക്കുമരുന്ന്, മദ്യം, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബത്തെയും സമ്പത്തിനെയും ആരോഗ്യപരമായും സാമൂഹികമായും സാംസ്കാരികമായും ബാധിക്കുന്ന വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഒരു നേരം ഉപയോഗിക്കാൻ വേണ്ടി 1000 രൂപ മുടക്കുന്ന കൂട്ടിക്കോ. ശരിയാണ്, 1 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ 2, 3, 4 ഒക്കെ ആക്കിയിട്ട് ഓരോരുത്തരുടെ അഡിക്ഷൻ്റെ ലെവലിനനുസരിച്ചിട്ട് എടുക്കും. ഒരു ശരാശരി 1000 രൂപയുടേത് ഉപയോഗിക്കുന്നത് കൂടി ഒരു ദിവസം ശരാശരി 1000 രൂപയുടേത് ഉപയോഗിക്കുന്നു. ഒരു ദിവസത്തേക്കാണ്. അവന് അഡിക്റ്റഡ് ആയി തുടങ്ങി, അവനിതിന് ഡിപ്പെൻഡൻസി വന്നു. ഇതില്ലെങ്കിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ദിവസത്തിൽ 1000 രൂപ. ഒരു മാസത്തേക്ക് 30,000 രൂപ. ഞാൻ പെട്ടെന്ന് കണക്കൂട്ടിക്കൊണ്ട് പറയുക. ഒരു മാസത്തേക്ക് 30,000 രൂപ. ഒരു വർഷത്തേക്ക് 3,60,000 രൂപ. 3 വർഷം. നേരത്തെ ആരോ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടൊന്നും കണക്കൂട്ടി നമ്മൾ ബുദ്ധിമുട്ടണ്ട. 3 വർഷം. ആ 3 വർഷത്തിനുള്ളിൽ ഒന്നുകിൽ അവൻ ജയിലിൽ എത്തിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കേസ് പെട്ടിട്ട്, കൊലപാതകം, അക്രമം, അതുപോലുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിൻ്റെ കേരിയറായിട്ട്, ഇനി അതുമല്ലെങ്കിൽ മോഷണം നടത്തിയിട്ട് കിട്ടാനുള്ള 3,80,000 രൂപ അല്ലെങ്കിൽ 60,000-ന് 3 കൊണ്ട് ഗുണിച്ച് 10 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരാള് ഈ മാഫിയയുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അവൻ എത്ര. ജവഹർ ക്ലബ്ബ് പ്രസിഡന്റ് സുദേവ് പുലിയപ്പുറം അധ്യക്ഷത വഹിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ്, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമുന കടുക്കാഞ്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T രഞ്ജിത്ത്, KM അപ്പുക്കുഞ്ഞൻ, ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി KT അഹമ്മദ് കുട്ടി, K മുഹമ്മദ് ബാക്കവി, കലാം മാസ്റ്റർ മാവൂർ KG പങ്കജാക്ഷൻ, ലത്തീഫ് മാസ്റ്റർ, വിനോദ് കുമാർ, മൻസൂർ മണ്ണിൽ, UK ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഹമീദ് ഇംബി സ്വാഗതവും മുജീബ് കൊന്നാര നന്ദിയും പറഞ്ഞു. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്.